ഹലോ വിജയ്, എന്താ ഇവിടെ ഗ്ലൂമി ആയിട്ട് നിൽക്കുന്നത്? ഞാൻ വെറുതെ ഹീറോ ഓഫ് ദി ഡേ. എന്താ ഇന്നത്തെ ബിസിനസ് പോയല്ലോ എന്ന് ആലോചിക്കുകയാണോ? അതൊന്നുമല്ല അങ്കിൾ. സേ യെസ്, ഐ വിൽ ബി ഹാപ്പി ടു ഹിയർ ദാറ്റ്. ഹാവ് എ ഡ്രിങ്ക്. വിജയ് ഇല്ലെങ്കിൽ ഞാൻ മറ്റേ റേഡിയോ ഇന്റർവ്യൂയുടെ സമയം എനിക്കൊരു റേഡിയോ ഇന്റർവ്യൂ ഉണ്ടെങ്കിലോ മേളിൽ എവിടെയെങ്കിലും ഒരു പ്രൈവസി. ഓ യാ, ചന്ദ്രൻ പറഞ്ഞു. ഗോ റൈറ്റ് അപ് സ്റ്റേഴ്സ്, ഫസ്റ്റ് ഡോർ ഓൺ ദ ലെഫ്റ്റ്. അവിടെ ആരുമില്ലേ, ചെന്നോളൂ. ചലോ. ഹലോ, നിങ്ങളെയാ? നിങ്ങൾ മ്യൂസിക് മാത്രമേ ചെയ്യോ അതോ വേറെന്തെങ്കിലും? അല്ല, ചെറിയ എഴുത്ത് പരിപാടി ഉണ്ട്. ഒരു നോവൽ എഴുതിക്കൊണ്ടിരിക്കുക. നോവൽ? ഓ മൈ ഗോഡ്. എന്താ നോവലിന്റെ പേര്? ജട്ടിക്കുള്ളിൽ ഭീകരൻ. എക്സ്ക്യൂസ് മീ, എന്താ? ജട്ടിക്കുള്ളിൽ ഭീകരൻ. ആക്ച്വലി ഒരു ബോട്ട് ചട്ടി ഭീകരൻ ആക്രമിക്കുന്നതാണ് കഥ. ഒരു ടെററിസ്റ്റ് അറ്റാക്കാണ്. ഓക്കെ, എന്റെ മ്യൂസിക് എന്തായി? ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. തരാ ഉണ്ടാക്ക്. ചീസ്. നോവല് ഇഡിയറ്റ്. ഹരിയേട്ടൻ അങ്ങോട്ട് ഇരിക്കുക. ഹരിയേട്ടനെ മനസ്സിലായില്ലേ? ഇല്ല. ഞങ്ങളുടെ ഒരു ഫാമിലി ഫ്രണ്ടാ, വലിയ ബിസിനസ്സുകാരനാ. സ്വന്തമായിട്ട് 4 ആനയാ. ആനഹരി എന്ന് കേട്ടിട്ടില്ലേ? ഇല്ല. ഹരിയാന എന്ന് കേട്ടിട്ടുണ്ട്. റെഡി ആയില്ലേ? എവിടെ ഇവളവിടെ എല്ലാവരും അന്വേഷിക്കുക. മേക്കപ്പ് ചെയ്യുവാണ്, ഒരുങ്ങുവാണ്, ഇപ്പൊ റെഡിയായി വരും എന്നൊക്കെ പറഞ്ഞ് മാനേജ് ചെയ്യുന്നതിലും ഇല്ലേ ഒരു ലിമിറ്റ്? ഇറ്റ്സ് ഓക്കെ, നിങ്ങൾ താഴേക്ക് വെക്കോളൂ. ഓക്കെ, ഐ ടേക്ക് കെയർ ഓഫ് ഇറ്റ്. ഏയ്, ഇനി ഇങ്ങനെ മൂഡ് ഓഫ് ആയിരിക്കാൻ പറ്റില്ല. കം ഓൺ, യു ആർ ദ സെന്റർ ഓഫ് അട്രാക്ഷൻ. ഡാഡി, ഞാൻ ഒരുപാട് തവണ പറഞ്ഞു എനിക്കൊരു മാരിഡ് ലൈഫ് ഉണ്ടെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ള ഒരാളുടെ ഒപ്പം ആയിരിക്കും എന്ന്. ദേ, എന്നെ കൊണ്ട് വെറുതെ ഒച്ചയെടുപ്പിക്കരുത്. കം ഓൺ, ഗെറ്റ് റെഡി, കം. അവളോട് റെഡി ആവാട്ടോ, നമുക്ക് താഴേക്കിരിക്കാം. പെണ്ണ് കാണാൻ വന്നപ്പോഴും റെസ്റ്റോറന്റിൽ മീറ്റ് ചെയ്തപ്പോഴൊക്കെ ഞാൻ ഒരുപാട് തവണ പറഞ്ഞതാ ഡോണ്ട് പുട്ട് ദിസ് പുവർ ഗൈ ഇൻ ട്രബിൾ എന്ന്. ഡാഡി മരിച്ചളയെന്നുള്ള ഭീഷണി കൊണ്ട് മാത്രമാണ് ഞാൻ ഇത്രയും കാലം ഇതിനൊക്കെ നിന്ന് വന്ന്. ഇനി എനിക്ക് പ്രാക്ടിക്കലായി മൂവ് ചെയ്തേ പറ്റൂ. സൽമാൻ എന്നെ ഇഷ്ടം, എനിക്കത് മതി. ഈ പ്രീ എൻഗേജ്മെന്റ് ഡ്രാമയൊക്കെ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്യാനാണെന്ന് എനിക്ക് നല്ലപോലെ അറിയാം. പ്രീ എൻഗേജ്മെന്റ് പിന്നെ നമ്മളങ്ങ് അമേരിക്കയിലല്ലേ ജീവിക്കുന്നത്. അതിന് ഇൻവൈറ്റ് ചെയ്ത് ഓടി വരാൻ കുറെ ബഫൂൺസും. ഡാഡി എന്റെ കാര്യത്തിൽ Vijay is an amazing guy. He's going to be a very successful businessman. ഡാഡി എന്ന അയാളുടെ ഒപ്പം ബിസിനസ് ചെയ്തോളൂ. എന്റെ ലൈഫ് എന്നാ ഇതിനിടയിൽ കോംപ്രമൈസ് ചെയ്യുന്നത്? മോളെ, അച്ഛനുണ്ടോ അകത്ത്? ഓ ചന്ദ്രൻ, എന്തോ ഒരു ശബ്ദം കേട്ടത്. എന്ത് ശബ്ദം? ഞങ്ങളൊന്നും കേട്ടില്ല. ഓ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? വേറെ എന്തെങ്കിലും ഒരു വിഷമം? സാധാരണ മുഖത്ത് കാണുന്നൊരു സന്തോഷം കാണുന്നില്ല, അതുകൊണ്ട് ചോദിച്ചതാ. സി ചന്ദ്രൻ, യു ഷുഡ് ബി ഹാവിങ് എ ഡ്രിങ്ക്. അതെന്താ എടുക്കാത്തതെന്ന് മാത്രമാണ് എൻ്റെ ഒരു കൺഫ്യൂഷൻ. ഓ, ഫ്രാങ്കായിട്ട് പറഞ്ഞതാണല്ലോ അല്ലേ? ഓഫ് കോഴ്സ്. ഹലോ പൂജ. ഹായ്, റെഡി ആണല്ലോ അല്ലേ? തിരക്കാന്നറിയാം, ബട്ട് 10 മിനിറ്റിൽ ഞാൻ വേഗം ഫിനിഷ് ചെയ്ത് തരാം. നോ ദാറ്റ്സ് ഓക്കെ. ഒരു മിനിറ്റ്, ഞാൻ അവളെയും കൂടി ഒന്ന് കോൺഫറൻസിൽ ആഡ് ചെയ്യാണ്. ഓക്കെ. ഐ ഡോണ്ട് വാണ്ട് ടു ഇൻസൾട്ട് യു ഡാഡ്. ഞാൻ താഴേക്ക് വരാം ജസ്റ്റ് ടു സേവ് യുവർ ഫേസ്. ബട്ട് നാളെ മുതൽ എന്നെ അലയൻസിന് നിർബന്ധിക്കരുത്. ഒരു 10 മിനിറ്റ്സ് എല്ലാം നമുക്ക് വേഗം വേഗം തീർക്കാം. ഓക്കെ ഡി ഓവർ ആക്കല്ലേ. ടേക്ക് യുവർ ഓൺ ടൈം. ഓക്കെ, ഐ ആം ഗോയിങ് ടു സ്വിച്ച് ഓവർ. 4 3 2 1. നമസ്കാരം, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ട്രൂ സ്റ്റോറീസ് ആൻഡ് ദിസ് ഈസ് RJ പൂജ. ഇന്നത്തെ ട്രൂ സ്റ്റോറീസിൽ 2 പേരാണ് നമ്മുടെ കൂടെ ട്രൂ സ്റ്റോറീസ് ഷെയർ ചെയ്യാൻ എത്തിയിരിക്കുന്നത്. വിജയ് സൂപ്പർ ആൻഡ് പൗർണമി. ഈ പേര് കേൾക്കുമ്പോൾ തോന്നുന്ന കൗതുകം ഇവരുടെ ലൈഫിലും ഉണ്ട്. ഒരു പെണ്ണ് ആണലിലൂടെ പരിചയപ്പെട്ട് പിന്നെ തമ്മിൽ പിരിഞ്ഞ് പിന്നെ വീണ്ടും കണ്ടുമുട്ടി ഇന്ന് കൊച്ചിയിലെ എല്ലാ ഫുഡീസിനും അറിയാവുന്ന ഗുഡ് ഫുഡ് ഗുഡ് മ്യൂസിക് എന്ന റെസ്റ്റോറൻറ്റ് ഓൺ വീൽസിന്റെ ഓൺടർപ്രൂണേഴ്സ്. ആദ്യം വിജയ് പറയൂ. അഡ്രസ്സ് തെറ്റി പെണ്ണ് കണ്ട പിങ്കിയെ ബിസിനസ് പാർട്ട്ണറാക്കി. മറ്റൊരു പെൺകുട്ടിയെ ഇപ്പൊ ലൈഫ് പാർട്ട്ണർ ആക്കാൻ പോകുന്നു. പെൺകുട്ടിയെ സ്വയം കണ്ടുപിടിച്ചതാണോ അതോ ലവ് ആണോ അതോ പേരൻസ് കണ്ടുപിടിച്ചതാണോ? ഹലോ, വിജയോടാണ് ചോദിച്ചത്, പറയൂ. ഹലോ പൂജ. യെസ്, പറയൂ. വിജയ്ക്ക് ഒരു കാര്യം ചെയ്യണമെങ്കിൽ ഒരുപാട് പേരോട് ചോദിക്കണം. സ്വന്തമായിട്ടൊക്കെ തീരുമാനം എടുക്കാൻ നല്ല പേടിയുള്ള ടൈപ്പാ.
അത്രയും പേടിയുള്ള ഒരാളെ പിങ്കി എങ്ങനെയാണ് ബിസിനസ് പാർട്ണർ ആക്കിയത്? വിജയ്ക്ക് എന്താ തോന്നുന്നത്? ഹലോ വിജയ്, ആ കേൾക്കുന്നുണ്ട്. കേട്ടാ പോരാ, ഓപ്പൺ അപ്പ്. ട്രൂ സ്റ്റോറീസ് ആണിത്. ട്രൂ ആയിട്ടുള്ള എന്തും പറയാം. പിങ്കി പറഞ്ഞത് കറക്റ്റ്. പിങ്കിക്ക് ഒന്നിനെയും പേടിയില്ല. പിങ്കിക്ക് പേരൻസിനെ എങ്ങനെ ഇംപ്രസ് ചെയ്യുന്നോർത്തുള്ള പേടിയില്ല. പിങ്കിയുടെ ഇമോഷൻസ് ആരെങ്കിലും ഹേർട്ട് ചെയ്യുമെന്നുള്ള പേടിയില്ല. അണിഞ്ഞൊരുങ്ങി പെണ്ണ് കാണാൻ നിൽക്കാൻ പറഞ്ഞ അത്രയും കൂടെ പേടിയില്ല. പക്ഷെ ഞാൻ നേരെ ഓപ്പോസിറ്റ്. എനിക്ക് ഒരു തരത്തിലുള്ള ടെൻഷൻ എടുക്കാൻ പറ്റില്ല. അന്ന് പെണ്ണ് കാണാൻ ചെന്നപ്പോൾ പിങ്കി ആദ്യം തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞത് ഞങ്ങൾ തമ്മിൽ ഒട്ടും മാച്ചല്ലെന്ന്. അവിടെ ആ ഡോറ് ലോക്കായി കുറെ നേരം അതിൻ്റെ അകത്തിരുന്ന് പിങ്കിയോട് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ജീവിതത്തിൽ ഒരു വിഷനും ഒരു ലക്ഷ്യമില്ലാത്ത ഞാനൊക്കെ വെറും സീറോ ആണെന്ന്. വിജയ് സൂപ്പറാന്ന് നാമം ജപിക്കുന്ന പോലെ പറഞ്ഞുകൊണ്ടിരുന്നിട്ടും സൂപ്പറാവാൻ പറ്റാത്ത ഒരാളാണ്. എന്നിട്ടും ഞാൻ എന്നൊരു ബിസിനസ് ചെയ്യുന്നു. പൂജ ഒരു റേഡിയോ സ്റ്റേഷനിൽ ഇരുന്ന് എൻ്റെ ഇന്റർവ്യൂ എടുക്കുന്നു. അതിനൊക്കെ കാരണം ഒരു കാര്യം എനിക്ക് ഉറപ്പാ, പിങ്കി തിരിച്ചു പോയ വളരെ കുറച്ചു ദിവസം കൊണ്ട് തന്നെ ഞാൻ ആ പഴയ വിജയായി മാറും. എന്താ ഉള്ളിലുള്ളൊരു കൺഫ്യൂഷൻ? ഓക്കെ, 1 സെക്കൻഡ്. ഇവിടെ ഒരാൾ വേറെ ഒന്നും മിണ്ടുന്നില്ലല്ലോ. പിങ്കി, ആർ യു ദേർ? യാ പൂജ, പറയൂ. ഓക്കെ പിങ്കി, ടെൽ മീ, പെണ്ണ് കാണാൻ വന്ന ഒരാളോട് നമ്മൾ മാച്ച് അല്ല എന്നാണോ ആദ്യം പറയേണ്ടത്? ഐ ഓൾവേസ് ഫോളോ മൈ ഹാർട്ട്. ഞാനങ്ങനെ പറഞ്ഞു എന്നുള്ളത് ശരിയാണ്. പക്ഷെ ഒന്ന് മുറിയിൽ നിന്ന് പിരിയുമ്പോൾ മനസ്സിലങ്ങനെ അല്ലായിരുന്നു. ചില കാര്യങ്ങൾ വിജയ്ക്കും പുതിയൊരു അറിവായിരിക്കും. എനിവേ, ഇപ്പൊ നമുക്കൊരു സൂപ്പർ ഹിറ്റ് മെലഡി കേൾക്കാം. അത് കഴിഞ്ഞ പിങ്കിയുടെ ഓസ്ട്രേലിയൻ ട്രാവൽ ഡ്രീംസ്, വിജയുടെ എൻഗേജ്മെന്റ് വിശേഷങ്ങൾ, പിന്നെ നിങ്ങൾ രണ്ടുപേരും 2 വഴിയിലേക്ക്. രണ്ടുപേർക്കും കൃത്യം 1 മിനിറ്റ് ഉണ്ട്. സ്പെഷ്യൽ ആയിട്ടുള്ള എന്ത് വേണമെങ്കിലും പറയാം. ആർക്ക് വേണമെങ്കിലും തുടങ്ങാം. കമോൺ. ഹലോ ഹലോ, നമുക്ക് ടൈമില്ല. ഹലോ അച്ഛൻ. ഹലോ, എന്താന്നും പറയാത്തേ? ഹലോ, ഹലോ, ഞാൻ ചന്ദ്രമോഹനാണ്, വിജയുടെ അച്ഛൻ. എനിക്കൊരു മിനിറ്റ് സംസാരിക്കാമോ? ഓഫ് കോഴ്സ് അങ്കിൾ, പറയൂ. എനിക്ക് സംസാരിക്കാനുള്ളത് പിങ്കിയോടാണ്. മോള് കേൾക്കുന്നുണ്ടോ? അങ്കിൾ, മോള് നല്ല ബോൾഡായിട്ടുള്ള കുട്ടിയാണ്. മിടുക്കും സാമർഥ്യവും ഒക്കെ ഉണ്ട്. വിജയ് അങ്ങനെയൊന്നുമല്ല. അങ്ങനെ നോക്കുമ്പോൾ മോൾ അവനോട് പറഞ്ഞതുപോലെ നിങ്ങൾ തമ്മിൽ ഒട്ടും മാച്ചല്ല. പക്ഷേ മോളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ പുറമേന്ന് നോക്കുമ്പോൾ മാച്ചല്ല എന്ന് തോന്നുന്നവരാണ് ജീവിതത്തിൽ ഏറ്റവും വിജയം കൈവരിച്ചിട്ടുള്ളത്. ഈ കാപ്പി ഉണ്ടാക്കാൻ അറിയാൻ പാടില്ലാത്തവർ അതുണ്ടാക്കുന്നത് പോലെയാണ് മാരേജ് ലൈഫ് എന്ന് പറയുന്നത്. ചിലപ്പോൾ കടുപ്പം വല്ലാതെ അങ്ങ് കൂടും, ചിലപ്പോൾ തീരെ അങ്ങ് കുറഞ്ഞു പോകും. പക്ഷെ ഒരു ദിവസം എല്ലാം പാകത്തിനാവും. ആ പാകം മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ജീവിക്കാൻ വളരെ എളുപ്പമാണ്. എവറസ്റ്റ് കൊടുമുടി ആദ്യമായി കീഴടക്കിയത് 2 പേരാ. പക്ഷേ അവർ മരിക്കുന്നത് വരെ ഒരു സത്യം പുറത്തു വിട്ടിട്ടില്ല. 2 പേരിൽ ആരാണ് ആദ്യം എവറസ്റ്റിൽ കാലുകുത്തിയതെന്ന്. അതായിരിക്കണം പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. ഞാൻ പെട്ടെന്ന് കയറി വന്ന് ഇവൻ്റെ കയ്യിൽ നിന്ന് ഫോൺ പിടിച്ചു വാങ്ങി മോളോട് ഇത്രയൊക്കെ പറഞ്ഞത് എൻ്റെ ഒരു സ്വാർത്ഥത കൊണ്ടാണ് കേട്ടോ. മോള് പെട്ടെന്ന് ഒരു ദിവസം എല്ലാം ഇവനെ ഏൽപ്പിച്ചിട്ട് അങ്ങോട്ട് പോയിക്കളഞ്ഞാൽ ഇവൻ വീണ്ടും പഴയ വിജയാവെന്ന് പറയുന്നത് കേട്ടപ്പോൾ എൻ്റെ ഉള്ളിൽ നിന്നൊരു ആന്തൽ. അതുകൊണ്ടാ ഞാൻ എന്താ ഫോൺ വിജയുടെ കയ്യിൽ കൊടുക്കുകയാണേ. താങ്ക് യു അങ്കിൾ. ട്രൂ സ്റ്റോറീസിന്റെ ആദ്യത്തെ എപ്പിസോഡ് നല്ല വാക്കുകളുണ്ട് അനുഗ്രഹിച്ചത്. ആരോ എവിടെയോ എഴുതിയതുപോലെ നക്ഷത്രങ്ങൾ എല്ലാ സമയത്തും ആകാശത്ത് തന്നെയുണ്ട്. പക്ഷെ പകൽ വീട്ടാനുള്ള കടങ്ങളൊക്കെ വീട് വിറ്റിട്ടാണെങ്കിലും നമുക്ക് വീട്ടാം. കുടുംബമായിട്ട് സന്തോഷത്തോടെ കഴിയേണ്ട സ്ഥലമാണ് വീട്. അല്ലെങ്കിൽ അത് വെറും കെട്ടിടം. നിന്റെ സന്തോഷം കളഞ്ഞിട്ട് നീ ഒന്നും ചെയ്യണ്ട. ഇപ്പതാ ഒരു പ്രളയം വന്നപ്പോൾ കുറെ ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും നമ്മൾ അതൊക്കെ അതിജീവിച്ചില്ലേ. അതിനേക്കാൾ ബുദ്ധിമുട്ടാ ജീവിതത്തിൽ ചില പ്രത്യേക സമയത്ത് ചില പ്രത്യേക തീരുമാനങ്ങൾ എടുക്കാൻ. മോൻ ആലോചിക്ക് കേട്ടോ. ഒട്ടും വൈകിട്ടില്ല.
അൺഎക്സ്പെക്റ്റഡ് ആയ അങ്കിൾ പ്രോഗ്രാമിലേക്ക് വന്ന് കഴമ്പുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് ഫോൺ കൈമാറുമ്പോൾ പറഞ്ഞതിൻ്റെ എല്ലാം തുമ്പത്ത് എന്തോ ഒന്ന് പറയാൻ ബാക്കി വെച്ചതുപോലെ. അതിങ്ങനെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ടു ലേറ്റ് ഈസ് ഫാർ ബെറ്റർ ദൻ നെവർ. Am I right? എന്ത് പറയുന്നു പിങ്കിയും വിജയും? ഹലോ, come on, speak up. This is True Stories. Come on. Come on, you have to speak up. പറയടാ എടാ പറയാൻ. Okay then. പകലൊളി മായുമ്പോൾ കുളിരല മൂടുമ്പോൾ പകലൊളി മായുമ്പോൾ കുളിരല മൂടുമ്പോൾ മനസ്സിൻ മടിയിലെ മാന്തളിരിൽ മയങ്ങു മണിക്കുരുന്നീ കനവായി മിഴികളെ തഴുകാം ഞാനുറങ്ങൂ നീ ഉറങ്ങൂ ഉറങ്ങൂ നീ ഉറങ്ങൂ. Hello. വിജയ്. ഹലോ. കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. ഇത്ര വട്ടം നമ്മൾ വീണ്ടും കാണുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഹലോ, ഞാൻ നരേഷ്. ഓ, എന്നെ കുറിച്ചൊന്നും പറഞ്ഞു തന്നിട്ടുണ്ടാവില്ലല്ലോ? അയ്യോ ഇല്ല, ടൈം കിട്ടുമ്പോ ഇടയ്ക്ക് ചോദിച്ചാൽ മതി. ഓ ആയിക്കോട്ടെ. പിങ്കി, എൻ്റെ മാരേജ് കഴിഞ്ഞു. ആള് തൻ്റെ അത്ര അടിപൊളിയൊന്നുമല്ല, ഇച്ചിരി നാടനാ. തൻ്റെ നേരെ കോൺട്രാസ്റ്റ്. ബട്ട് ഐ എം റിയലി ഹാപ്പി. എനിക്ക് അവളാ നല്ലത്. ഇറങ്ങി വാ, ഒരാളെ പരിചയപ്പെടുത്താം. 9207066221. എന്നെ വിളിക്കണം കേട്ടോ. ടൈം കിട്ടുവാണെങ്കിൽ ഞാൻ തിരിച്ചു വിളിച്ചോളാം. Why are you laughing? Congratulations. Peace, bro.